പള്ളിച്ചട്ടമ്പി, ടൊവിനോ തോമസ്, ഡിജോ ജോസ്, ആൻ്റണി ഡയറക്ഷൻ, ലീഡ് ആക്ട്രസ്സായിട്ട് കയാതു ലോഹറൊക്കെ വരുന്ന ഇന്ന് റിലീസായിട്ടുള്ള സിനിമയാണ്. ഇപ്പം തന്നെ നിങ്ങൾ കുറേയൊക്കെ പറ്റി അതിനൊക്കെ കേട്ട് കാണും. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിരുന്നു. ടോവിനോടെ നല്ല എൻട്രി, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് വർക്ക്, ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മളെ ആ ഒരു 1950s മാക്സിമം നമ്മളെ പുള്ളിൻ ചെയ്ത് ആ ഒരു ആംബിയൻസിലും ആ ഒരു കഥ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് അത് ഇരുത്തുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് നല്ലപോലെ തന്നെ. ടോവിനോടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ, യുനോ പുള്ളിക്കാരൻ ഏത് ക്യാരക്ടർ കൊടുത്താലും അതിലേക്ക് ഡെപ്ത് ചെയ്ത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ആ ക്യാരക്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ട് തന്നെ പുള്ളി എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിലും അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. ആർട്ട് വർക്കും ഗംഭീരമായിരുന്നു. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കുറേ പേര് പറഞ്ഞു കേട്ടു, കുറേ മാസ് ആക്ഷൻ സീക്വൻസുകളൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്, അത് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ. ആക്ഷൻ സീക്വൻസുകൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല സിനിമ. നമ്മൾ ARM പോലെ ഒരുപാട് ആക്ഷൻ സീക്വൻസ് ആ ഒരു ടൈപ്പല്ല ഇത്. ഇത് വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ആളുകൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഡെപ്തായിട്ട് അവിടുത്തെ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഇതിലേക്കൊക്കെയാണ് സിനിമ കുറച്ചുകൂടെ പോകുന്നത്. അതായത് സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുവാണ്. മെയിനായിട്ടും എനിക്ക് തോന്നുന്നത് ആളുകൾ ഈ ഒരു രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരിക്കില്ല പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഭൂരിഭാഗം പേർക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ മിക്സ്ഡ് റിവ്യൂസ് ആണ് വരുന്നത് ഇനിഷ്യലി. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫും നല്ല സ്റ്റോറി ടെല്ലിങ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത്, അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള ഒരു സെക്കൻഡ് ഹാഫ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്യാമിയോ റോള്. പിന്നെ അതിൽ തന്നെ ഒരു വില്ലൻ ഒരു പ്രസൻറ്റേഷൻ. വില്ലൻ ഈ സിനിമയിലെ പറയണമല്ലോ എക്സെപ്ഷണൽ ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ എഴുതിയ ആളെ സമ്മതിക്കണം. അത് പ്രസൻറ്റ് ചെയ്ത രീതി അതിലും അടിപൊളിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു സാറ്റിസ്ഫൈ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഡിജോ ജോസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൽ നിന്ന് ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്താണോ തിയേറ്ററിലോട്ട് പോയത്, ആ ഒരു ലെവൽ പുള്ളിക്കാരൻ കീപ്പ് ചെയ്തു. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഉള്ള സിനിമാറ്റോഗ്രാഫി, നമുക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് അവരത് ചെയ്തിട്ടുള്ളതെന്നാണ്. അത്രയ്ക്കും നല്ല രീതിക്ക് നല്ല എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. ജെക്സ് വിജയുടെ മ്യൂസിക് ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ്റേതായ ലെവലിൽ സിനിമയെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാക്സിമം മ്യൂസിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അത്രയും സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിന്ന് ആ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒപ്പം നിന്നൊരു മ്യൂസിക് വർക്ക് പുള്ളിക്കാരൻ്റെ വക ഉണ്ടായിരുന്നു. ആർട്ട് വർക്ക് ടീമും ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിലൊക്കെ ആയിരിക്കും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അവരും അവരുടെ ജോലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പരാതിയും പറയാനില്ല അതിലൊന്നും. സോ സിനിമ മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി മൂവിയാണ്, ഓഫ് കോഴ്സ്. ഫാമിലി ഓഡിയൻസിനും എൻ്റർടൈൻ ചെയ്ത് അവർക്കും ഒരു വീക്കെൻഡ് എക്സ്പീരിയൻസ് ആവും. ഓക്കെ, അപ്പോൾ പള്ളിച്ചട്ടമ്പി ഓവറോൾ ഇതാണ് ആ ഒരു സിനിമയുടെ കറണ്ട് വ്യൂ എന്ന് പറയുന്നത്. മിക്സ്ഡ് റിവ്യൂസ് ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നിങ്ങൾ കാണുന്ന രീതിയിൽ പോലെ ഇരിക്കും. പിന്നെ ഇത് ARM പോലെ ഫാൻറ്റസി സ്റ്റോറി അല്ല, അതുപോലെ തന്നെ മുന്നൽ മുരളി പോലെ സൂപ്പർ ഹീറോ വെർഷൻ അല്ല, സയൻസ് ഫിക്കോ ഫാൻറ്റസിയോ ഒന്നുമില്ല ഇത്. ഓക്കെ, അപ്പം കുറച്ചൊക്കെ റിയലിസം കയറി വരുന്നുണ്ട്, ഇമോഷണൽ സീക്വൻസസ് വരുന്നുണ്ട്, ഇമോഷണലായിട്ട് പോകുന്ന സ്റ്റോറി ലൈൻ ഉണ്ട്. പിന്നെ പൊളിറ്റിക്സ്, കമ്മ്യൂണിസം എല്ലാം ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അത് നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു ഡിജോ ജോസ് സിനിമയ്ക്ക് പോകുമ്പോൾ റിയൽ ലൈഫ് ഇഷ്യൂസ്, എക്സ്പീരിയൻസസ് ഇതുമായിട്ട് എങ്ങനെയാണ് പുള്ളിയുടെ സിനിമയെ ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. മലയാളി ഫ്രം ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വീൻ, ജനഗണമന, ഇതിലൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നു. ഇതിൽ അത്രയേറെ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു കാലഘട്ടത്തിൻ്റെ കമ്മ്യൂണിസം, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഇതൊക്കെ സിനിമയിൽ നല്ല രീതിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, പോയി കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ പറയുക.
ഓക്കെ. പിന്നെ ഒരു കാര്യം, പൊളിറ്റിക്സ് വേറെ സിനിമ വേറെ, രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുക. സോ സിനിമയിൽ ഒരാളുടെ അഭിപ്രായങ്ങൾ, അതിൻ്റെ ഡയറക്ടറുടെ വിഷൻ, റൈറ്ററുടെ വിഷൻ, ഇതൊക്കെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഓക്കെ. സോ നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, സീ യു ഗൈസ്. പിന്നെ ഒരു കാര്യം, ഞാൻ 3-4 ദിവസം മുമ്പ് കണ്ടൊരു സിനിമ ഡക്കോയിറ്റ്, അദ്വിശേഷിൻ്റെ, അതിൻ്റെ റിവ്യൂ വരുന്നുണ്ട് ഇതിൻ്റെ പുറകെ തന്നെ. ഞാനിപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തത്. ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല റിവ്യൂ ഇടണമെന്നുള്ളത്. കാരണം നമുക്ക് ഒരു മലയാളി ഓഡിയൻസാണ് നമുക്ക് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ വെറുതെ എന്തിനാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇത് ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ഈയിടയ്ക്കൊക്കെ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് റിവ്യൂസും വളരെ കുറവാണ്. റിവ്യൂ പറഞ്ഞിരിക്കുന്നവരൊക്കെ ഒരുപാട് അങ്ങ് താഴ്ത്തിക്കെട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരെണ്ണം ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതിൻ്റെ റിവ്യൂ ആയിരിക്കും. അപ്പോൾ അതും പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ. റിവ്യൂ കാണുക. സിനിമ നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ലിമിറ്റഡ് തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നുള്ളത്. സോ അത് OTT വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ സൗകര്യം പോലെ കാണാം. ഓക്കെ, ബൈ.